വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിലെ മൊഡ്യൂൾ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലുള്ള വേരിയസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. ഈ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെയാണ് എന്ത്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഇപ്പൊ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയും ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്താണ്? സെയിം ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ അഥവാ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഓഫ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് ചോദിച്ചാലും ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് ചോദിച്ചാലും സെയിം ആണ്. അപ്പോ ഇലക്ട്രോണിക് ട്രാൻസിഷൻ, അപ്പൊ ഇവർക്ക് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവർ ഇലക്ട്രോൺസ് ആരൊക്കെയാണ്? സിഗ്മ ഇലക്ട്രോൺ ഉണ്ട്, അവർക്ക് സിഗ്മ സ്റ്റാർ ഇലക്ട്രോൺ ഉണ്ട്, N ഇലക്ട്രോൺ ഉണ്ട്, പൈ ഇലക്ട്രോൺ ഉണ്ട്, പൈ സ്റ്റാർ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോൺസ്. എന്തില്? നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലുള്ള ഇലക്ട്രോൺസ് ആണ് ഇത്. ഇലക്ട്രോൺസ് ആണ്. പൈ ഇലക്ട്രോൺ ഉണ്ട്, പൈ സ്റ്റാർ ഇലക്ട്രോൺ ഉണ്ട്, സിഗ്മ ഇലക്ട്രോൺ ഉണ്ട്, സിഗ്മ സ്റ്റാർ ഉണ്ട്, N ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് മൊത്തം 4 ട്രാൻസിഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഉണ്ട്, പൈ ടു പൈ സ്റ്റാർ, N ടു പൈ സ്റ്റാർ ആൻഡ് N ടു സിഗ്മ സ്റ്റാർ. ഇങ്ങനെ 4 ട്രാൻസിഷൻസ് ആണ് ഇവർക്കുള്ളത്. അപ്പൊ ഫസ്റ്റ് നോക്കാം, സിഗ്മ ടു സിഗ്മ സ്റ്റാർ നോക്കാം. അപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആർക്കാണ് നടക്കുക? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും. അപ്പൊ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ കാർബൺ അല്ലെങ്കിൽ സിംഗിൾ ബോർ കാർബൺ കാർബൺ. അതാണ് എന്ത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. എന്താണ്? സിംഗിൾ ബോണ്ട്. അപ്പൊ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ C സിംഗിൾ ബോണ്ട് H അല്ലെങ്കിൽ C സിംഗിൾ ബോണ്ട് C ആണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പൊ ഇവരിലാണ് എന്ത് കാണിക്കുന്നത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് ഉണ്ടാവുക? ഇവർ തമ്മിലുള്ള ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഉള്ള മോളിക്യൂൾസിലാണ് എന്ത് കാണുക? നമ്മുടെ സിഗ്മ ടു സിഗ്മ സ്റ്റാർ CH പോലെയുള്ള മോളിക്യൂൾസിലാണ് നമ്മൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് കാണാം. അവരുടെ റേഞ്ച് എത്രയാണ്? UV റേഞ്ചിൽ 150ന്റെ ബിലോ ആണ്. 150 നാനോമീറ്ററിന്റെ ബിലോ ആണ് എന്ത് കാണിക്കുന്നത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ കാണിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആർ ട്രാൻസ്പെറന്റ് ടു UV വിസിബിൾ ലൈറ്റ്. അപ്പൊ ബിലോ 150 നാനോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇവരെന്താണ്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്ക് ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യൂല? ദേ കനോട്ട് ഡിറ്റക്ട് ത്രൂ UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ. UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ വഴി ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ സ്റ്റേറ്റേ ഉള്ളൂ. അതെന്താണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ. സിഗ്മ ടു സിഗ്മ സ്റ്റാർ എന്തില്ല? അത് ബിലോ 150 ആയതുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യാൻ പറ്റൂല? UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കൂല. അതുപോലെ തന്നെ ഇവരെ നമ്മൾ ആരുടെ കാണാം? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? CH ഡബിൾ ബോണ്ട് അല്ല, സിംഗിൾ ബോണ്ട് ഉള്ളതാണ് ആര്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. CHന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട്, അതേപോലെ CCന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് വന്നാൽ എന്ത് വരാം? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ആ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് എന്ത് കാണിക്കുക? സിഗ്മ ടു സിഗ്മ സ്റ്റാർ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ട്രാൻസിഷൻ സ്റ്റേറ്റ്, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പൊ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. ഈ പൈ ടു പൈ സ്റ്റാറിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ പഠിച്ച ഇത് എന്ത്? ഇതിനും 1,3 ബിഡഡൈനും തമ്മിലുള്ള ഈ ലാംഡ മാക്സിന്റെ കാരണം അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മുടെ പൈ ടു പൈ സ്റ്റാറിന് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ഇത് എഴുതുമ്പോൾ വേണമെങ്കിൽ അത് കൊടുക്കാം. എന്ത്? 1,3 ബിഡഡൈനാണ് എന്ത്? ലാംഡ മാക്സ് കൂടുതൽ. കാരണം എന്താണ്? ലാംഡ മാക്സ് കൂടുതൽ കാരണം എന്താണ്? അവരുടെ എനർജി ലോ ആണ്. കാരണം എന്താണ്? ഡബിൾ ബോണ്ട് അവർക്ക് കൂടുതലാണ്. ഇത് ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം, ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ എന്തിനൊക്കെയാണ് നമ്മൾ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ വരാൻ നോക്കാം. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാണിക്കുന്നതാണ് എന്ത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതായത് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ അല്ലെങ്കിൽ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ. ഇതാണ് എന്ത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതിലാണ് നമ്മൾ ആര് കാണിക്കുക? പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് കാണിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ റേഞ്ച് എത്രയാണ്? 200 to 400 നാനോമീറ്റർ റേഞ്ചിലാണ് ഇവരെന്ത് കാണിക്കുക? UV റീജിയൻ. ഓക്കെ, 200 to 400 നാനോമീറ്റർ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അവരുടെ ഡബിൾ ബോണ്ടിന്റെ കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഇൻക്രീസ് ചെയ്യും? ലാംഡ മാക്സും ഇൻക്രീസ് ചെയ്യും. കോൺജുഗേഷൻ ഇൻക്രീസസ് ദ ലാംഡ മാക്സ്.
ഡബിൾ ബോണ്ട് കൂടുന്നതിനനുസരിച്ച് അവരുടെ എന്ത് ചെയ്യും, ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, മാറിപ്പോവരുത്. ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ് ലെങ്ത് ആണ്. അപ്പൊ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യും. അതായത് കോൺജുഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ എന്ത് ഇൻക്രീസ് ചെയ്യും, വേവ് ലെങ്ത്തും ഇൻക്രീസ് ചെയ്യും. അതാണ് പൈ ടു പൈ സ്റ്റാർ. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്, നമ്മൾ ഫസ്റ്റ് പഠിച്ച ക്വസ്റ്റ്യൻ 1,3 ബ്യൂട്ടഡൈനും ഇതിനും തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ ആർക്കാണ് കൂടുതൽ ലാംഡ മാക്സ് ഉള്ളത്, 1,3 ബ്യൂട്ടഡൈൻ. അതിന് കാരണം എന്താണ്, അവർക്ക് ഡബിൾ ബോണ്ട് കൂടുതലാണ്. ഡബിൾ ബോണ്ട് കൂടുമ്പോൾ തന്നെ ലോവർ സ്റ്റേറ്റിന് എന്താണ്, ഹയർ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യാൻ എനർജി കുറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യും. ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ലോങ്ങർ വേവ് ലെങ്ത്. അത് നമുക്ക് ഇവിടെ ഒരു കൊടുക്കാം. ഓക്കെ, അത് എന്തിന് എക്സാമ്പിൾ ആണ്, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ നെക്സ്റ്റ് ട്രാൻസിഷൻ ആണ് എൻ ടു പൈ സ്റ്റാർ. എന്താണ് എൻ ടു പൈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നോൺ ബോണ്ടിങ് മോളിക്യൂൾസ് ആണ്. നോൺ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാർബണും ഹൈഡ്രജനും അല്ലാത്ത മോളിക്യൂൾസ്, ഓക്സിജൻ പോലെയുള്ള മോളിക്യൂൾസ് നമ്മൾ കാണുന്നില്ല. നമ്മുടെ കെമിക്കൽസിൽ എന്താണ് കാർബണും ഹൈഡ്രജനും മാത്രമല്ല കാണാം, ഓക്സിജനും കാണാറുണ്ട് അല്ലേ. CO ഫോമിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഓക്സിജനും കാണാൻ സാധിക്കാറുണ്ട്. ആ ഓക്സിജൻ ഉള്ളതാണ് എൻ, അതായത് നോൺ ബോണ്ടിങ് എന്താണ് മോളിക്യൂൾസിനെ നമ്മൾ എന്ത് പറയാം, എൻ എന്ന് പറയാം. അപ്പൊ എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ് പറയാൻ പോണത്. അത് എന്തിലാണ് കാണിക്കുക, ദിസ് വൺ ഒബ്സർവ് ഇൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലാണ് നമ്മൾ എന്ത് കാണിക്കുക, എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. എപ്പോഴ്, ദേ ഹാവ് C ഡബിൾ, ഈ ഒരു ഫോമിലാണ് അവരുടെ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് എന്നുണ്ടെങ്കിൽ ദേ വിൽ ഷോ എന്ത്, അങ്ങനെയുള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ വിൽ ഷോ എന്ത്, എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. ഓക്കെ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കണ്ടെയ്നിങ് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് they will show in the n to pi star transition. അതുപോലെ തന്നെ these compounds have both pi electrons and non-bonding n electrons like oxygen പോലുള്ള n ഇലക്ട്രോൺസും അതുപോലെ എന്തുണ്ടാവും, ഡബിൾ ബോണ്ട് പൈ സ്റ്റാർ പൈ പോലുള്ള ഡബിൾ ബോണ്ടും എന്തായിരിക്കും, അവർക്ക് 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. പൈ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, n ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഇത് പൈ ടു പൈ സ്റ്റാറിൽ എന്താണ്, പൈ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. സിഗ്മ ടു സിഗ്മ സ്റ്റാറിലോ സിഗ്മ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. പക്ഷെ n ടു പൈ സ്റ്റാർ എടുക്കുമ്പോൾ അവിടെ n ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അവർ തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്, എന്തിൽ, n ടു പൈ സ്റ്റാറിൽ. അതുപോലെ തന്നെ ദീസ് ട്രാൻസിഷൻസ് സോ ലോ ഇന്റൻസിറ്റി, അവർക്ക് എന്താണ്, ഇന്റൻസിറ്റി കുറവാണ്. എപ്പോഴും വെൻ കമ്പയർ ടു സിഗ്മ സ്റ്റാർ പൈ ടു പൈ സ്റ്റാർ. പൈ ടു പൈ സ്റ്റാർ സിഗ്മ ടു സിഗ്മ സ്റ്റാറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ n ടു പൈ സ്റ്റാറിന്റെ എന്താണ് ഇന്റൻസിറ്റി എന്താണ്, ലോ ആണ്. അവരുടെ ഇന്റൻസിറ്റി എന്താണ്, ലോ ആണ്. ഇവരുടെ ഇന്റൻസിറ്റി ലോ ആണ്. അതുപോലെ തന്നെ സിമ്മട്രി ഫോർബിഡൻ വിത്ത് വെരി ലോ, ഇന്റൻസിറ്റി ലോ ആയതുകൊണ്ട് തന്നെ അവരുടെ സിമ്മട്രി എന്താണ്, ഫോർബിഡൻ ആണ്. അതായത് നമ്മൾ റേഞ്ച് കാണിക്കുമ്പോൾ ഭയങ്കര ലോ ആയിട്ടുള്ള റേഞ്ചസ് ആണ് എന്ത് ഇവര് കാണിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആലിഫാറ്റിക് കീറ്റോൺസിന്റെ n ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എവിടെ നടക്കുക, എബവ് 290 നാനോമീറ്റർ. 290 നാനോമീറ്ററിന്റെ എബവ് ആണ് ആര് നടക്കുക, ആലിഫാറ്റിക് കീറ്റോൺസിന്റെ. എങ്ങനെയുള്ള അൺസാച്ചുറേറ്റഡ് ആലിഫാറ്റിക് കീറ്റോൺസിന്റെ എന്ത് n ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എവിടെ നടക്കുക, എബവ് 290 നാനോമീറ്റർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ n ടു പൈ സ്റ്റാറിൽ പഠിക്കാനുള്ളത്. ഇത് ആരെല്ലാം കാണിക്കുക, കീറ്റോൺസ് ആൽഡിഹൈഡ് പോലുള്ളത് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് കാണിക്കുന്നതിനാണ്. ഇനി നമ്മൾ അടുത്തതാണ് n ടു സിഗ്മ സ്റ്റാർ. ഇവിടെ എന്താണ്, നോൺ ബോണ്ടിങ് ആണ്. ഇവിടെ സിഗ്മ സ്റ്റാർ ആണ് ഉള്ളത്. സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് സിംഗിൾ ബോണ്ട് ഉള്ളതാണ് സിഗ്മ. എന്ന് പറയുമ്പോൾ നോൺ ബോണ്ടിങ് ഓക്സിജൻ പോലുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ആരിലേക്ക് കാണിക്കുക, സീൻ ഇൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സൾഫർ, നൈട്രജൻ, ഓക്സിജൻ, ഇങ്ങനെയുള്ള നോൺ ബോണ്ടിങ് മോളിക്യൂൾസ് ഉണ്ടാവുമ്പോഴാണ് അവിടെ എന്ത് കാണിക്കുക, n ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ കാണിക്കുക. ദീസ് ട്രാൻസിഷൻസ് ഓൾസോ ഫോർബിഡൻ ആൻഡ് ഷോ ലോ ഇന്റൻസിറ്റി. ഇവരെ ഇന്റൻസിറ്റിയും എന്താണ്, ഭയങ്കര ലോ ആണ്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഭയങ്കര ലോ ആയിട്ടാണ് കാണിക്കുക. ആരത്, n ടു സിഗ്മ സ്റ്റാർ. n ടു പൈ സ്റ്റാറിന്റെ എന്താണ്, ഇതുപോലെ തന്നെ ലോ ഇന്റൻസിറ്റി ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവർ അബ്സോർപ്ഷൻ എവിടെയാ ഉണ്ടാവുക, ബിലോ 200 നാനോമീറ്റർ. 200 നാനോമീറ്ററിന്റെ ബിലോ ആയിട്ടാണ് നമ്മുടെ ആര് കാണിക്കുക, n ടു സിഗ്മ സ്റ്റാർ കാണിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആരൊക്കെ പഠിച്ചത്, ഫസ്റ്റ് പഠിച്ചു സിഗ്മ ടു സിഗ്മ സ്റ്റാർ, അത് അവർക്കാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, C സിംഗിൾ ബോണ്ട് സിയും C സിംഗിൾ ബോണ്ട് H ഉള്ള മോളിക്യൂൾ, അതായത് സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസിലാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ കാണിക്കുക. അതുപോലെ തന്നെ ഇവരാണ് എന്ത്,
ഇലക്ട്രോണിക്സ് ട്രാൻസിഷൻസ് എന്ത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ദേ കനോട്ട് ഡിറ്റക്റ്റഡ് ഇൻ യു വി വിസിബിൾ സ്പെക്ട്രോമീറ്റർ. അതായത് യു വി വിസിബിൾ സ്പെക്ട്രോമീറ്റർ വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്ത ഒരേ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷനേ ഉള്ളൂ. അത് ഏതാണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പൈ ടു പൈ സ്റ്റാർ. പൈ ടു പൈ സ്റ്റാർ എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബൺസിനെ നമ്മൾ എന്ത് പറയാ? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഇവരാണ് പൈ ടു പൈ സ്റ്റാർ കാണിക്കാം. എൻ ടു പൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കണ്ടെയ്നിങ് സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പ്. സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പ് ഉള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും ആണ് എന്ത് കാണിക്കുക? എൻ ടു പൈ സ്റ്റാർ കാണിക്കുക. അതുപോലെ തന്നെ ഇവർ ഇന്റൻസിറ്റി എന്തായിരിക്കും? ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ ആൽഫാറ്റിക് കീറ്റോൺസ്, അൺസാച്ചുറേറ്റഡ് ആൽഫാറ്റിക് കീറ്റോൺസിന്റെ എന്താണ് യു വി റീജിയൻ എത്രയാണ്? എബവ് 290 ആയിരിക്കും. ഇനി എൻ ടു സിഗ്മ സ്റ്റാറോ സൾഫർ, നൈട്രജൻ, ഓക്സിജൻ പോലെയുള്ള നോൺ ബോണ്ടിങ് മോളിക്യൂൾസ് ആണ് എന്ത് കാണിക്കുക? എൻ ടു സിഗ്മ സ്റ്റാർ കാണിക്കാം. അതുപോലെ തന്നെ ഇവരെ ഇന്റൻസിറ്റി എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇവരെ റേഞ്ചോ ബിലോ 200 നാനോമീറ്റർ. ഇതാണ് എന്ത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലുള്ള ഡിഫറെന്റ് എന്ത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. അപ്പൊ 4 അതായത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 0 ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്. അതിന്റെ കാരണം എന്താണ്? വൈ? എന്തുകൊണ്ടാണ് ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 0യും ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുമ്പോഴല്ലേ IR ആക്ടിവിറ്റി കാണിക്കുക. പക്ഷെ ഇവിടെ എന്താണ്? ഡൈപോൾ മൊമെന്റ് 0 ആണ്, പക്ഷെ അവരെന്തുണ്ട്? IR ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതുപോലെ തന്നെയാണ് ഇതിൽ നിന്ന് വന്ന ഒരു വേറെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഡിസ്കസ് ദ IR ആക്ടിവിറ്റി ഓഫ് വേരിയസ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. സ്കെച്ച് ഓൾ ദ പോസിബിൾ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻ H2O മോളിക്യൂൾ ആൻഡ് വിച്ച് ഓഫ് ദം ആർ IR ആക്റ്റീവ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടർ മോളിക്യൂൾസിന്റെയും എല്ലാ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് എന്ത് വരക്കുക. അതിൽ IR ആക്റ്റീവ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ആദ്യം, എന്നിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ IR ആക്ടിവിറ്റിയുള്ള വൈബ്രേഷണൽ മോഡ്സ് കാണാനാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഓരോന്നോരോന്ന് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് 4 ഉള്ളത്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്, ഇൻ സിമെട്രിക് അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്, ബെൻഡിങ് ഇൻപ്ലെയിൻ വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ ബെൻഡിങ് ഔട്ട്പ്ലെയിൻ ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഇൻപ്ലെയിൻ ഉണ്ട്, ബെൻഡിങ് ഔട്ട്പ്ലെയിൻ ഉണ്ട്. ഇത് 4 നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത്. അതിൽ ആരൊക്കെയാണ് IR ആക്റ്റീവ്, ആരൊക്കെയാണ് IR ഇനാക്റ്റീവ് നോക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇതല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പൊ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണ് വിചാരിക്കുക. ഇലക്ട്രോൺസിന്റെ ഇതെന്താണ്? സിമെട്രിക് ആണ് അല്ലെ? രണ്ടും സിമിലർ സൈസ് ആണ്. അപ്പൊ ഇത് സിമെട്രിക് ആണ്. സിമെട്രിക് ആവുമ്പോ തന്നെ എന്താണ്? അതുപോലെ തന്നെ ഇവരെന്താണ്? സെയിം വേവ് ലെങ്ത്തിലാണ് ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നത്. അപ്പൊ ഇവർ ഡൈപോൾ മൊമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? സെയിം, അതായത് ഇങ്ങോട്ട് ഒരു -2 ഇങ്ങോട്ടൊരു +2 പോയി കഴിഞ്ഞാൽ -2 + 2 എന്തുമായി മാറും? 0 അല്ലേ? അപ്പൊ ഇവരുടെ ഡൈപോൾ മൊമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ? they will get 0 dipole moment. That means no change in dipole moment. ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അവരെന്താണ്? IR ഇനാക്റ്റീവ് ആണ്. എന്താണ്? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അവരെന്താണ്? IR ഇനാക്റ്റീവ് ആണ്. ഇതാണ് എന്ത്? സിമെട്രിക് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ വൈബ്രേഷണൽ മോഡ്. അതെന്താണ്? 0 ഡൈപോൾ മൊമെന്റ് ആണ്, അതുപോലെ തന്നെ IR ഇനാക്റ്റീവ് ആണ്. ഇനി നോക്കാം അസിമെട്രിക് ആയി നോക്കാം. അസിമെട്രിക് എടുക്കുന്ന സമയത്ത് കണ്ടോ, ഇതാണ് അസിമെട്രിക്. സെയിം ഡയറക്ഷനിലും ആയിരിക്കും. ഒന്ന് എന്താവും? ലെങ്ത് കൂടുതൽ, ഒരു സിമെട്രി ഇല്ല, ഡിഫറെന്റ് ആയിരിക്കും. അസിമെട്രിക് ഫോമിലാണ് കാണാം. ഇവരെന്താണ്? അസിമെട്രിക് ആണ്. ഓക്കെ, അസിമെട്രിക് ആണ്. അസിമെട്രിക് ആവുമ്പോൾ തന്നെ നോക്കുക, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ ലെങ്ത് സെയിം അല്ലല്ലോ. അപ്പൊ ഇവർക്ക് എന്തുണ്ട്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, കാരണം സെയിം ലെങ്ത് അല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും?
ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരും. ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വന്നാൽ അവരെന്തായിരിക്കും? IR ആക്റ്റീവ് ആയിരിക്കും. IR ആക്റ്റീവ് ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വേണം. സോ ദേ ആർ IR ആക്റ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ്ങും അസിമെട്രിക് സ്ട്രെച്ചിങ്ങും പഠിച്ചു. സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, ഇനി ഇവർക്ക് രണ്ട് ബെൻഡിങ്ങും കൂടി ഉണ്ട്. നോക്കാം. ഇവരെ ബെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻപ്ലെയിൻ, അതായത് പ്ലെയിനിന്റെ ഉള്ളിലേക്ക്, ഇതിപ്പോ ഒരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ടുള്ള ഇതാണ് ബെൻഡിങ് ഇൻപ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? ഉള്ളിലോട്ടായിരിക്കും വരിക. ഇതെന്താണ്? ബെൻഡിങ് ഇൻപ്ലെയിൻ. ബെൻഡിങ് ഇൻപ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ബെൻഡിങ് ഇൻപ്ലെയിൻ ആവുന്ന സമയത്ത് ഇവർക്ക് എന്തുണ്ട്? ഇത് ഡിഫറെന്റ് ലെങ്ത്തിലാണ് ഉള്ളിലോട്ട് വരുന്നത്. അപ്പൊ അവിടെ എന്ത് വരും? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരും. ഓക്കെ, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുമ്പോൾ അവരെന്താവും? IR ആക്റ്റീവ് ആവും. ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അവരെന്താവും? IR ആക്റ്റീവ് ആവും. ഇതാണ് ബെൻഡിങ് ഇൻപ്ലെയിൻ. അതുപോലെ ബെൻഡിങ് ഔട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തോട്ട് വരുന്ന അതെന്താ ചെയ്യുക? പുറത്തോട്ട് ബെൻഡ് ചെയ്യുക. ബെൻഡിങ് ഇൻപ്ലെയിൻ എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ടാണെങ്കിൽ ബെൻഡിങ് ഔട്ട് പ്ലെയിൻ എന്ന് പറയുമ്പോൾ അത് പുറത്തോട്ട് ബെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. എന്ത് ചെയ്യും? ഔട്ട് പ്ലെയിൻ ആണ്. അപ്പൊ പുറത്തോട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബെൻഡിങ് ഔട്ട് പ്ലെയിൻ. ഓക്കെ, ബെൻഡിങ് ഔട്ട് പ്ലെയിൻ ആവുമ്പോഴും ഇവർക്ക് എന്തുണ്ട്? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ട്. കാരണം ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആകുമ്പോൾ എന്തായാലും എന്തുണ്ട്? അതെല്ലാം കൂടി ലെങ്ത്തിൽ ഡിഫറൻസ് വരും. അപ്പൊ ലെങ്ത്തിൽ ഡിഫറൻസ് വരുമ്പോൾ എന്താവും? ഡൈപോൾ മൊമെന്റിലും ചേഞ്ച് വരും, ഇല്ലേ? ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ എന്താവും? ദേ ആർ IR ആക്റ്റീവ്. അവരെന്താവും? IR ആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ ഇത് നോക്കൂ. ഇതിൽ എന്താണ്? അസിമെട്രിക്കും അതുപോലെ ബെൻഡിങ് ഇൻപ്ലെയിനും ബെൻഡിങ് ഔട്ട് പ്ലെയിനും എന്താണ്? IR ആക്റ്റീവ് ആണ്. പക്ഷേ നമ്മുടെ സിമെട്രിക്കിൽ എന്താണ്? IR ഇനാക്റ്റീവ് ആണ്. IR ഇനാക്റ്റീവ് ആകാൻ കാരണം എന്താണ്? ദേ ഹാവ് സീറോ ഡൈപോൾ മൊമെന്റ്. കാരണം ഇതും സെയിം ഇതിൽ പോകുമ്പോൾ തന്നെ എന്താണ്? സപ്പോസ് ആ -2 +2 ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങോട്ട് -2 ആണ്, ഇങ്ങോട്ട് +2 ആണെങ്കിൽ അത് രണ്ടും കൂട്ടുമ്പോൾ എന്താവും? -2 + 2 = 0 ആവും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇങ്ങോട്ടുള്ള ലെങ്ത്തിന്റെ ഇതും ഇങ്ങോട്ടുള്ള ലെങ്ത്തും കൂട്ടുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? സീറോ ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ സീറോ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ IR ഇനാക്റ്റീവ്. IR ഇനാക്റ്റീവ് ആണ്. അസിമെട്രിക് ആവുമ്പോഴോ ഡൈപോൾ മൊമെന്റിൽ ചെറിയ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ IR ആക്റ്റീവ്. ബെൻഡിങ് ഇൻപ്ലെയിനിലും ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നുണ്ട്. ദേ ആർ IR ആക്റ്റീവ്. അതുപോലെ തന്നെയാണ് ഔട്ട് പ്ലെയിനിലും അവരെന്താണ്? IR ആക്റ്റീവ് ആണ്. അപ്പോൾ IR ആക്റ്റീവ് ആണ്. ബെൻഡിങ് ഇൻപ്ലെയിൻ, ബെൻഡിങ് ഔട്ട് പ്ലെയിൻ, അതുപോലെ തന്നെ അസിമെട്രിക്കിലും ദേ ആർ IR ആക്റ്റീവ്. ബട്ട് ഇൻ സിമെട്രിക്കിലോ IR ഇനാക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പോയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 0. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണ്? ഇവിടെ 0 ആണ്. ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്. അവർ അസിമെട്രിക് സ്ട്രെച്ചിങ് എന്താണ്? IR ആക്റ്റീവ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന് എന്ത് ചെയ്യും? ഒരു ടെമ്പററി ഡൈപോൾ മൊമെന്റ് അവർക്ക് ഉണ്ടാവും. ഈ ഡൈപോൾ മൊമെന്റ് എന്തല്ല? പെർമനന്റ് അല്ല. ഇതെന്താണ്? ടെമ്പററി ആണിട്ടാണ് ഇവർക്ക് ഈ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നത്. ഇവർക്ക് ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ് എന്താണ്? ടെമ്പററി ഡൈപോൾ മൊമെന്റ് ആണ്. നമ്മുടെ അസിമെട്രിക്കിൽ ആർക്ക് ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ടെമ്പററി ആയിട്ടാണെങ്കിലും ഇവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നില്ലേ? ടെമ്പററി ആയിട്ടാണെങ്കിലും പെർമനന്റ് ആയിട്ടാണെങ്കിലും ഡൈപോൾ മൊമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അവരെന്താവും? IR ആക്ടിവിറ്റി കാണിക്കും. അത് ടെമ്പററി ആയിക്കോട്ടെ പെർമനന്റ് ആയിക്കോട്ടെ, പക്ഷെ അവരെന്ത് കാണിക്കും? IR ആക്ടിവിറ്റി കാണിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആണ് അവരെന്തായത്? IR ആക്റ്റീവ് ആയത്. കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് 0 ഡൈപോൾ മൊമെന്റ് ആണ്. എവിടെ? ലീനിയർ ആൻഡ് സിമെട്രിക്കൽ. സിമെട്രിക് ലീനിയറിൽ ദേ ആർ എന്താണ്? ഡൈപോൾ മൊമെന്റ് എത്രയാണ്? 0 ആണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് 0 ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ഇതും എന്തായി മാറും? ക്യാൻസൽ ആകും. ഓക്കെ, ഹവർ ഡ്യൂറിങ് അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ എന്താണ്? The symmetry is distributed and a temporary dipole moment is created. ഇവിടെ എന്തുണ്ട്? ഒരു ടെമ്പററി ഡൈപോൾ മൊമെന്റ് എന്തുണ്ട്? ഉണ്ടാവുന്നുണ്ട്. Since the vibration produces a change in dipole moment, it become IR active. എന്താണ്? ചെറിയ രീതിയിൽ ടെമ്പററി ആയിട്ടാണെങ്കിലും അവർ ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്താണ്? IR ആക്റ്റീവ് ആണ്. അവിടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നില്ല, നിർബന്ധമില്ല. ടെമ്പററി ആയിട്ടാണെങ്കിലും അവരെന്താണ്? IR ആക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അസിമെട്രിക് സ്ട്രെച്ചിങ് IR ആക്റ്റീവ് ആവാൻ കാരണം. പക്ഷേ സിമെട്രിക് സ്ട്രെച്ചിങ്ങും
IR ഇനാക്റ്റീവ് ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ. എന്താണ്? സ്കെച്ച് ഓൾ ദ വൈബ്രേഷണൽ മോഡ്സ് ഇൻ H2O മോളിക്യൂൾ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മനസ്സിലായോ? സിമെട്രിക്കൽ എന്താണ്? IR ആക്റ്റീവ് ആണ്. അസിമെട്രിക്കൽ IR ഇനാക്റ്റീവ് ആണ്. അസിമെട്രിക്കൽ IR ആക്റ്റീവ് ആണ്. ബെൻഡിങ്ങിലും ഔട്ട് പ്ലെയിനിലും ഇൻ പ്ലെയിനിലും IR ആക്റ്റീവ് ആണ്. ഇതാണ് ഇതിന്റെ വൈബ്രേഷണൽ മോഡ്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണ് H2O മോളിക്യൂൾസിനെ നോക്കാം. H2O മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 3 ഉള്ളൂ. ഒരു സ്ട്രെച്ചിങ് വൈബ്രേഷൻ, എന്താണ് സിമെട്രിക് വൈബ്രേഷൻ ഇൻ സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ ബെൻഡിങ് ഇൻ പ്ലെയിൻ. ഈ 3 ആർക്കുള്ളൂ? നമ്മുടെ H2Oക്കുള്ളൂ. H2Oൻ്റെത് നോക്കാം. ഓക്കെ, ഇത് സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതെന്താണ്? സിമെട്രിക്കൽ അല്ലേ? അപ്പൊ ഇതെന്താണ്? സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. സിമെട്രിക് സ്ട്രെച്ചിങ്. പക്ഷേ ഇവരെ ഇത് ഒരേ ലെങ്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് ചെറിയ ലെങ്തിൽ ഡിഫറൻസ് വരും. അപ്പോൾ എന്തായിരിക്കും? ചെറിയ ലെങ്തിൽ ഡിഫറൻസ് വന്നാൽ തന്നെ അവരെന്തായി മാറും? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരും. സോ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ചെയ്യും. ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ IR ആക്റ്റീവ് അല്ലേ? ഇനി ഇവർക്ക് രണ്ടാമത്തേതാണ് അസിമെട്രിക് സ്ട്രെച്ചിങ്. നോക്കാം. അസിമെട്രിക് സ്ട്രെച്ചിങ് വരക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? എന്താണ്? ഒന്നിന് ലെങ്ത് കൂടുതൽ, ഒന്നിന് ലെങ്ത് കുറവാണ്. അപ്പൊ തന്നെ അവരെന്താണ്? അവർക്ക് ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരൂലേ? കാരണം 2 ലെങ്ത് ആയാൽ തന്നെ ഡൈപോൾ മൊമെന്റ് ലെങ്ത്തിൽ ചേഞ്ച് വന്നാൽ തന്നെ ഡൈപോൾ മൊമെന്റ് ആയി. അപ്പോൾ അസിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, അസിമെട്രിക് സ്ട്രെച്ചിങ്ങിലോ അവർക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായില്ലേ? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്, ചേഞ്ചിങ് ലെങ്തിലൊക്കെ ഡിഫറൻസ് വന്നാലും എന്തുണ്ടാകും? ഡൈപോൾ മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ തന്നെ ദേ ആർ IR ആക്ടിവിറ്റി കാണിക്കും. നെക്സ്റ്റ് ആണ് എന്ത്? ഇൻപ്ലെയിൻ. ബെൻഡിങ് ഇൻപ്ലെയിൻ ആണ്. അതെങ്ങനെ നോക്കാം. ബെൻഡിങ് ഇൻപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? ഒരു പ്ലെയിനിന്റെ ഉള്ളിലോട്ട് വരുന്നതാണ് ബെൻഡിങ് ഇൻപ്ലെയിൻ. അപ്പൊ അവരെന്ത് ചെയ്യും? ഉള്ളിൽക്കാണ് കാണിക്കുക. ഓക്കെ, ബെൻഡിങ് ഇൻപ്ലെയിനിലോ എന്തായാലും സ്വാഭാവികമായിട്ടും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കാണിക്കും. ഓക്കെ, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അതുകൊണ്ട് തന്നെ അവരെന്താകും? IR ആക്ടിവിറ്റി കാണിക്കും. ദേ ആർ IR ആക്റ്റീവ് ആകും. അപ്പോൾ അതായത് ഉള്ളിലോട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ദേ ആർ ഷോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. സോ ദേ ആർ IR ആക്റ്റീവ്. അവർക്ക് IR ആക്ടിവിറ്റി കാണിക്കും. ഇതാണ് H2Oൻ്റെത് 3. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് 4 അപ്പൊ മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങിൽ മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? IR ഇനാക്റ്റീവ് ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്താണ്? IR ആക്റ്റീവ് ആണ്. IR ആക്റ്റീവ് ആവാനുള്ള കാരണം എന്താണ്? അവർക്ക് ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയില്ലേ? ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് 0 ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്. കാരണം എന്താണ്? അവർ ടെമ്പററി ആയിട്ട് അവിടെ എന്തുണ്ട്? ഡൈപോൾ മൊമെന്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്തായത്? IR ആക്ടിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് 4ഉം അതുപോലെ ഇത് 3ഉം 4ഉം അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന് 4 വൈബ്രേഷണൽ മോഡ്സും എന്താണ് വാട്ടർ മോളിക്യൂൾസിന് 3 വൈബ്രേഷണൽ മോഡ്സുമാണ് പഠിച്ചത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് IR ആക്റ്റീവ്, ഏതൊക്കെയാണ് IR ഇനാക്റ്റീവ് എന്ന് നോക്കണം. എന്തുകൊണ്ടാണ്? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നതുകൊണ്ടാണ് അവർ IR ആക്ടിവിറ്റി കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇൻസ്ട്രുമെന്റേഷൻ ഓഫ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റേഷൻ. അപ്പൊ എന്താണ്? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആദ്യം ഒരു ലൈറ്റ് സോഴ്സ്. നമ്മൾ ഇവിടെ ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? ടെങ്സ്റ്റൺ ഫിലമെന്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ത്? നമ്മുടെ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റ് സോഴ്സ് അത് നേരെ എടുക്കാൻ പോകുന്നത് ഒരു മോണോക്രോമാറ്റർ ആണ്. ഇതെന്താണ്? മോണോക്രോമാറ്റർ ആണ്. എന്താണ്? മോണോക്രോമാറ്റർ. ഓക്കെ, ഒരു മോണോക്രോമാറ്റർക്കാണ് പോകുന്നത്. ആ മോണോക്രോമാറ്റർ ആയിട്ട് നമ്മൾ ഇവിടെ എന്താണ് എടുക്കുന്നത്? പ്രിസം ഓർ ഗ്രേറ്റിംഗ്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഉള്ളത് ലൈറ്റ് സോഴ്സ് ആണ്. ആ ലൈറ്റ് സോഴ്സ് നിന്ന് ലൈറ്റ് എവിടേക്ക് പോകുന്നു? മോണോക്രോമാറ്റർക്ക്. മോണോക്രോമാറ്റർക്ക് എന്തിനാ പോകുന്നത്? ലൈറ്റിൽ നിന്ന് ഒരുപാട് റേസ് വരും അല്ലേ? ഈ റേസിനൊക്കെ ഒരു സിംഗിൾ റേ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോണോക്രോമാറ്റർ. അപ്പൊ അത് മോണോക്രോമാറ്റർക്ക് പോകും. മോണോക്രോമാറ്റർ നേരെ പോകുന്നത് ബീം സ്പ്ലിറ്റർ. ഇവിടെയാണ് നമ്മുടെ ബീം സ്പ്ലിറ്റർ. ഈ കാണുന്നതാണ് നമ്മുടെ എന്ത്? ബീം സ്പ്ലിറ്റർ. ഓക്കെ, ബീം സ്പ്ലിറ്റർ. ഈ ബീം സ്പ്ലിറ്റർ എന്താ ചെയ്യുന്നത്? നമ്മുടെ മോണോക്രോമാറ്ററിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് റേസിനെ
ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാണ്, ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. ഒന്ന് എവിടേക്ക് പോകും? റെഫറൻസിക്കും പോകും, ഒന്നോ സാമ്പിൾക്കും പോകും. അപ്പൊ എന്തൊക്കെയാണുള്ളത്? ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഒരു മോണോക്രോമാറ്റർ ഉണ്ട്, ഒരു ബീം സ്പ്ലിറ്റർ ഉണ്ട്, പിന്നെ ഒരു റെഫറൻസും ഒരു സാമ്പിളും ഒരു ഡിറ്റക്ടറും ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എന്തിലുള്ള UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലുള്ളത്. ഫസ്റ്റ് അപ്പോൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ആരാ ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ ഫിലമെന്റോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ്. അതേപോലെ തന്നെ നമ്മൾ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിൽ സിനോൺ ഫ്ലാഷ് ലാംപ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മോണോക്രോമാറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രിസത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? നമ്മൾ ലൈറ്റ് സോഴ്സിന് ഒരുപാട് റേസ് വരും, അതിനൊക്കെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഒരു സിംഗിൾ റേനെ നമുക്ക് വേണ്ടത്. ആ സിംഗിൾ റേ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മോണോക്രോമാറ്റർ. ആ മോണോക്രോമാറ്റർ വഴി വന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും? ബീം സ്പ്ലിറ്റർ വഴി സ്പ്ലിറ്റ് ആവും. ഈക്വലി സ്പ്ലിറ്റ് ആയിട്ട് ഒന്ന് റെഫറൻസിക്കും ഒന്ന് സാമ്പിൾക്കും പോകും. ഇതെന്താണ്? റെഫറൻസ്. ഇതോ സാമ്പിൾ. അപ്പോൾ ഒന്ന് റെഫറൻസിക്കും ഒന്ന് സാമ്പിൾക്കും പോകും. റെഫറൻസ് എന്താണ്? റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? നമ്മുടെ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് എന്താണ്? സാമ്പിൾ ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ്സ് ലൈക്ക് വാട്ടർ, എഥനോൾ ആൻഡ് ഹെക്സൈൻ. വാട്ടർ, എഥനോൾ, ഹെക്സൈൻ പോലുള്ളതിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സാമ്പിൾ എടുക്കുന്നത്. അത് നമ്മൾ എന്താണ്? ഒരു കുഞ്ഞ ക്യൂവെറ്റ്, ടെസ്റ്റ് ട്യൂബിന്റെ ചെറിയൊരു സാധനമാണ് ക്യൂവെറ്റ്. ആ ക്യൂവെറ്റിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? നമ്മുടെ സാമ്പിൾ എടുക്കുന്നത്. റെഫറൻസ് ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നത്? നമ്മൾ അവിടെ എടുത്ത സോൾവെന്റ് ഉണ്ടല്ലോ, അതിന്റെ പ്യുവർ ഫോം നമ്മളിവിടെ എന്താണ്? സാമ്പിളിന് ഡിസോൾവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ആ സോൾവെന്റിന്റെ പ്യുവർ ഫോം, വാട്ടർ ആണെങ്കിൽ വാട്ടർ മാത്രം, ഹെക്സൈൻ ആണെങ്കിൽ ഹെക്സൈൻ മാത്രം, എഥനോൾ ആണെങ്കിൽ എഥനോൾ മാത്രമായിട്ടാണ് നമ്മളിവിടെ റെഫറൻസ് എടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ അതെന്ത് ചെയ്യും? ഈ ഡിറ്റക്ടർക്ക് പോകും. ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യും? ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ്? ലൈറ്റ് സോഴ്സ്, ടങ്സ്റ്റൺ ഫിലമെന്റ് ഒക്കെ നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കും. മോണോക്രോമാറ്ററിൽ പോയിട്ട് അത് ബീം സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈക്വൽ എമൗണ്ട് ആക്കും. ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ട് ഒന്ന് റെഫറൻസിക്കും ഒന്ന് സാമ്പിൾക്കും പോകും. റെഫറൻസ് ആയിട്ട് നമുക്ക് ഇവിടെ പ്യുവർ സോൾവെന്റ് ആണ് എടുക്കുന്നത്. സാമ്പിൾ ആയിട്ടോ ആ സോൾവെന്റിൽ നമ്മൾ സാമ്പിൾ ഡിസോൾവ് ചെയ്തതാണ് എന്ത്? ഇവിടെ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. പിന്നെ അത് രണ്ടും എന്ത് ചെയ്യും? ഡിറ്റക്ടർക്ക് പോകും. ഡിറ്റക്ടർ എന്താ ചെയ്യുന്നത്? ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യും. അപ്പൊ ഇത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇൻസ്ട്രുമെന്റേഷനിൽ എന്തൊക്കെയുള്ളത്? ലൈറ്റ് സോഴ്സ്, മോണോക്രോമാറ്റർ, ബീം സ്പ്ലിറ്റർ, റെഫറൻസ്, സാമ്പിൾ, ഡിറ്റക്ടർ. ഇത്രയാണ് നമ്മളെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലുള്ള പാർട്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് അതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.